ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. +1 ഫിസിക്സിലെ യൂണിറ്റ് 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 പാർട്സ് വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ വീഡിയോയിലെ അക്യുറസി, പ്രിസിഷൻ, എററുകൾ എന്നിവയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ റാൻഡം എറർ എന്താണെന്ന് പറഞ്ഞത് നമുക്കറിയാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. അവയെ റിഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നിലധികം റീഡിങ്സ് എടുത്ത് അതിൻ്റെ ഏവറേജ് വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് കാണുന്നത്. അപ്പോൾ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ടാണ് കാണുന്നത്? ആ റീഡിങ്സിൻ്റെ ഏവറേജ് വാല്യൂ അഥവാ മീൻ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. എ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ റീഡിങ്സ് A1, A2, A3, A4 എന്നിങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവയെല്ലാം നമ്മൾ ആഡ് ചെയ്യണു അല്ലേ. A1, A2, A3 പ്ലസ് എക്സെട്ര പ്ലസ് AN വരും. ഓൾ ഡിവൈഡഡ് ബൈ n ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ മെയിൻ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ സിഗ്മ നൊട്ടേഷനിൽ ഇതാണെങ്കിൽ 1/n ഇൻറ്റു സിഗ്മ. ഈ സിഗ്മ എന്ന് പറഞ്ഞ നൊട്ടേഷൻ ഇതിനെ സൂചിപ്പിക്കുന്നതെന്ന് അറിയോ? സമ്മാണ് കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഈ 1/n നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു, അതാണ് ഇവിടെ എഴുതിയത്. ഇനി നമ്മൾ ഈ സിഗ്മ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ സമ്മാണ്, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള സകല റീഡിങ്സ് നമ്മളിവിടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ നമുക്ക് സിഗ്മ I ഈക്വൽ ടു 1 to n AI എന്നുള്ളത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് എഴുതാമെന്ന് മനസ്സിലാക്കിയിരിക്കാം. 1/n ഈക്വൽ ടു A ബാർ ഈക്വൽ ടു 1/n ഇൻറ്റു സിഗ്മ I ഈക്വൽ ടു 1 to n AI എന്നുള്ളത് നമുക്ക് എഴുതാം. അതാണ് റാൻഡം എറർ. റാൻഡം എറർ വഴി നമുക്ക് ട്രൂ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ആ റാൻഡം എററിനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. മീൻ വാല്യൂ എടുത്താൽ മതിയാകും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം, ഈ ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് അബ്സല്യൂട്ട് എറർ. എൻ്റെ ഈ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഇത്രയേ ഉള്ളൂ, രണ്ട് സംഖ്യകൾ തമ്മിൽ ഡിഫറൻസ് എടുക്കണം. 5 - 4 എത്രയാണ്? 1 ആണ് അല്ലേ. പക്ഷേ 4 - 5 എത്രയാണ്? -1 ആണ്. ശരിയല്ലേ? പക്ഷെ നമ്മൾ പറയാണ് ഈ രണ്ട് നമ്പറുടെ ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇപ്പോൾ 5-ൻ്റെയും 4-ഉം തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ഇതിൻ്റെ ഇപ്പം നമ്മൾ ഈ ഡിഫറൻസ് കണ്ടല്ലോ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസ് മാത്രം മതിയെന്ന്. നെഗറ്റീവ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കളയാം. ഓക്കെ, ആ ചിഹ്നം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മാഗ്നിറ്റ്യൂഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ രണ്ട് ലൈൻസാണ് ഇവിടെ വരയ്ക്കുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് 5 - 4 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് 4 - 5, അതായത് 4 - 5 എന്നുള്ള ക്രിയ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന ആൻസറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതിയെന്ന്, ആ വാല്യൂ മാത്രം എഴുതിയാൽ മതിയെന്ന്. ചിഹ്നം പോസിറ്റീവ് നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ, ആ ചിഹ്നം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് വരുമ്പോൾ 1ൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 തന്നെയാണ്, കാരണം അവിടെ വേറെ ചിഹ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ എങ്ങനെയാണ്? -1 ആണല്ലേ. പക്ഷെ നമ്മൾ ആ മൈനസ് കൺസിഡർ ചെയ്യേണ്ട, 1 തന്നെയാണ് ആൻസർ. അതാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ട്രൂ വാല്യൂയും മെഷേർഡ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? നമ്മളൊരു ആവറേജ് എടുത്തത് അല്ലേ, A ബാർ ആണ് മീൻ വാല്യൂ കൺസിഡർ ചെയ്തത്. ഞാൻ ഓരോരുത്തർ മെഷർ ചെയ്ത വാല്യൂസാണ് നമ്മൾ A1, A2, A3 എന്നിങ്ങനെ തുടങ്ങി നമ്മൾ AI എന്നുള്ളത് എടുത്തത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് എറർ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക ഡെൽറ്റ A എന്നാണ്. ഓക്കെ, എന്താണ് ഡെൽറ്റ A? അപ്പോൾ ഈ A1 എന്ന് പറഞ്ഞിട്ടുള്ള റീഡിങ്ങിലെ അബ്സല്യൂട്ട് എറർ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ A1 ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? ട്രൂ വാല്യൂം മെഷേർഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? A ബാർ. സോ A ബാർ മൈനസ് A1, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു. ഇതാണ് എൻ്റെ അബ്സല്യൂട്ട് എറർ ഇൻ ദ റീഡിങ്, ഫസ്റ്റ് റീഡിങ്ങിലെ അബ്സല്യൂട്ട് എറർ. അപ്പോൾ നമുക്ക് സെക്കൻഡ് റീഡിങ്ങിലാണെങ്കിൽ ഇത് ചെയ്താൽ മതി. ഡെൽറ്റ A2 ഈക്വൽ ടു
മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബാർ മൈനസ് എ ടു. അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഈ അബ്സല്യൂട്ട് എററിനെ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് എന്ത് പറയാം? അബ്സല്യൂട്ട് എററിനെ ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഫോർമാറ്റിൽ തന്നെ നോക്കാം. ഡെൽറ്റ എ ഐ കോമൺ ആയിട്ട് നമ്മൾ എഴുതേണ്ടതാണ് കേട്ടോ. ഡെൽറ്റ എ ഐ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബാർ മൈനസ് എ ഐ എന്ന് എഴുതാം. ഓക്കെ. absolute error delta ai equal to magnitude of a bar minus ai എന്നുള്ളത് എഴുതാം. അപ്പോൾ അതാണ് absolute error എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ നമ്മൾ ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് absolute error ആയിട്ട് വരുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായി കാണും. മാഗ്നിറ്റ്യൂഡ് മീൻസ് മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ രണ്ട് ഇങ്ങനെ ലൈൻസ് വരച്ചിട്ടാണ്. ഇങ്ങനെ രണ്ട് ലൈൻസ് വരച്ചിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ഏത് ക്രിയയ്ക്ക് എന്ത് വാല്യൂ വന്നാലും അതിൻ്റെ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, നെഗറ്റീവ് നമ്മൾ എടുക്കില്ല എന്നർത്ഥം. അപ്പോൾ അബ്സല്യൂട്ട് എറർ കാണാൻ നമ്മൾ ട്രൂ വാല്യൂയിൽ നിന്ന് ആ റീഡിങ്ങിനെ മൈനസ് ചെയ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തൊരു എററാണ് മീൻ അബ്സല്യൂട്ട് എറർ. അപ്പം മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ റീഡിങ്ങിലെയും ഇപ്പോൾ A1 എടുത്തു, A1ൻ്റെ അബ്സല്യൂട്ട് എറർ ഡെൽറ്റ A1 അല്ലേ? A2 എന്ന് പറഞ്ഞ റീഡിങ്ങിൽ അബ്സല്യൂട്ട് എറർ എന്തായിരുന്നു? ട്രൂ വാല്യൂയിൽ നിന്ന് മൈനസ് ചെയ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചത് ഡെൽറ്റ A2. അങ്ങനെ ഓരോ റീഡിങ്ങിലെയും അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മീൻ അബ്സല്യൂട്ട് എററാണ്. അതായത് ഈ അബ്സല്യൂട്ട് എററുകളുടെ ഏവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവറേജ് വാല്യൂ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അരിത്മെറ്റിക് മീൻ ഓഫ് ദി അബ്സല്യൂട്ട് എറേഴ്സ് ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ എത്ര മെഷർമെൻറ്റ്സ് എടുത്തോ അതിൻ്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഓരോ റീഡിങ്ങിൻ്റെയും സെപ്പറേറ്റ് അബ്സല്യൂട്ട് എററുകൾ കണ്ടുപിടിച്ചു. ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3 എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ അരിത്മെറ്റിക് മീൻ എടുക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡെൽറ്റ എ എന്ന് പറയുന്നതായിരുന്നു അബ്സല്യൂട്ട് എറർ. അതിൻ്റെ അരിത്മെറ്റിക് മീൻ അതാണ് മീൻ അബ്സല്യൂട്ട് എറർ. അപ്പോൾ ഇതെന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? മീൻ അബ്സല്യൂട്ട് എറർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബാർ. അപ്പോൾ മീൻ അബ്സല്യൂട്ട് എററിനെ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും? ഡെൽറ്റ എ ബാർ. ക്ലിയർ ആണല്ലോ? തെറ്റിക്കരുത് കേട്ടോ. ഡെൽറ്റ എ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡെൽറ്റ A1, ഡെൽറ്റ A2 എന്നിങ്ങനെയല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എഴുതാം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ A1 പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ A2 പ്ലസ് എക്സിട്ര എന്ത് എഴുതാം? നമ്മൾ n വെച്ചിട്ട് എഴുതാം അല്ലേ? പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ AN ഓൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റീഡിങ്സ്. ഇതാണല്ലോ ഇക്വേഷൻ വരിക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ A1 പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ A2 പ്ലസ് എക്സിട്ര പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ AN ഓൾ ഡിവൈഡഡ് ബൈ n. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുക. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോൾ ഓരോ റീഡിങ്ങിലെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ച് അവ തമ്മിൽ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റീഡിങ്സ് എടുത്താൽ അവയുടെ മീൻ എന്താണ്, മീൻ വാല്യൂ എന്താണ്, ആവറേജ് വാല്യൂ എന്താണെന്ന് കിട്ടും. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ സിഗ്മയുടെ ചിഹ്നം ഉപയോഗിച്ചൊന്ന് എഴുതി നോക്കാം. 1/n പുറത്തേക്ക് എടുത്തു. സിഗ്മ എന്നുള്ള ചിഹ്നം എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു സമ്മാണ്, അഡിഷനാണ് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ഫുൾ അഡിഷൻ ആണല്ലോ, പ്ലസ് പ്ലസ് അല്ലേ? അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സിഗ്മ i ഈക്വൽ ടു 1 to n ഡെൽറ്റ AI അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ AI. ഇതാണ് എന്ത്? മീൻ അബ്സല്യൂട്ട് എറർ. ഇതാണ് എന്ത്? മീൻ അബ്സല്യൂട്ട് എറർ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ കണ്ടു? റാൻഡം എററിനെ മിനിമൈസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ കിട്ടിയ റീഡിങ്സിൻ്റെയും ആവറേജ് വാല്യൂ എടുത്തു, അതിന് സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ച് ചെയ്തു കേട്ടോ. രണ്ടാമത്തെ പരിചയപ്പെട്ടത് അബ്സല്യൂട്ട് എറർ. ആ ട്രൂ വാല്യൂ മെഷർഡ് വാല്യൂ നമ്മൾ ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതിൽ അബ്സല്യൂട്ട് എറർ ഡിനോട്ട് ചെയ്തത് ഡെൽറ്റ എ വെച്ചിട്ടായിരുന്നു. മീൻ അബ്സല്യൂട്ട് എറർ നമ്മൾ ഡിനോട്ട് ചെയ്തത് ഡെൽറ്റ എ ബാർ വെച്ചിട്ടായിരുന്നു. അതിൻ്റെ ആവറേജ് എടുത്തു. ഇനി നെക്സ്റ്റ് വൺ ഈസ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എററുണ്ട്, പെർസെൻറ്റേജ് എററുണ്ട്.
റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഇതൊന്ന് വായിച്ചു നോക്കി നിങ്ങൾക്കറിയാം. ദി റേഷ്യോ ഓഫ് ദി മീൻ അബ്സല്യൂട്ട് എറർ ടു ദി ട്രൂ വാല്യൂ. മീൻ അബ്സല്യൂട്ട് എററും ട്രൂ വാല്യൂയും തമ്മിലുള്ള ഇതാണ് എന്ത് റിലേറ്റീവ് എറർ. ഓക്കെ, എന്ത് റേഷ്യോ. അപ്പോൾ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് എന്താണ്? അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേറെ ചിഹ്നമൊന്നുമില്ല കേട്ടോ. റിലേറ്റീവ് എറർ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രൂ വാല്യൂം മീൻ അബ്സല്യൂട്ട് എററും തമ്മിലുള്ള റേഷ്യോ. മീൻ അബ്സല്യൂട്ട് എററിനെ റെപ്രസെൻ്റ് ചെയ്തത് എന്തായിരുന്നു? ഡെൽറ്റ എ ബാർ. സോ ഡെൽറ്റ എ ബാർ ഓൾ ഡിവൈഡഡ് ബൈ എ ബാർ ആണ് എന്ത്? റിലേറ്റീവ് എറർ. കിട്ടിയോ? ഡെൽറ്റ എ ബാർ ഡിവൈഡഡ് ബൈ എ ബാർ ആണ് റിലേറ്റീവ് എറർ. മീൻ അബ്സല്യൂട്ട് എററും ട്രൂ വാല്യൂം തമ്മിലുള്ള റേഷ്യോ ആണ് റിലേറ്റീവ് എറർ. ഞാൻ പേഴ്സൻറ്റേജ് എറർ എന്ന് വെച്ചാൽ എന്താണ്? ഈ റിലേറ്റീവ് എററിനെ നമ്മൾ പേഴ്സൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതാണ് പേഴ്സൻറ്റേജ് എറർ. അതാണ് എന്ത്? പേഴ്സൻറ്റേജ് എറർ. അപ്പോൾ പേഴ്സൻറ്റേജ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ റിലേറ്റീവ് എറർ എന്താണോ അതിനെ നമ്മൾ ഈ ഒരു പേഴ്സൻറ്റേജിൽ റെപ്രസെൻ്റ് ചെയ്ത്, ദാറ്റ് മീൻസ് റിലേറ്റീവ് എറർ ഇൻറ്റു 100% എന്ന് ഇട്ടാൽ മതി. ഓക്കെ, റിലേറ്റീവ് എററിനെ നമ്മൾ പേഴ്സൻറ്റേജിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പേഴ്സൻറ്റേജ് എറർ. അപ്പോൾ നമുക്കൊരു റീഡിങ് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ മെഷർമെൻറ്റിൻ്റെ റീഡിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം എറർ ഉണ്ടെന്ന് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട എററുകളാണ് അബ്സല്യൂട്ട് എറർ, മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പേഴ്സൻറ്റേജ് എറർ. ക്വസ്റ്റ്യൻ പല രീതിയിൽ വരും. ചിലപ്പോൾ പറയും നമ്മുടെ അടുത്ത് അബ്സല്യൂട്ട് എറർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ചിലപ്പോൾ നമ്മുടെ അടുത്ത് പേഴ്സൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ പേഴ്സൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് വേണം? ഓരോ റീഡിങ്ങിൽ അബ്സല്യൂട്ട് എറർ ആദ്യം കണ്ടുപിടിക്കണം, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞാൽ റിലേറ്റീവ് എററും പേഴ്സൻറ്റേജ് എററും കണ്ടുപിടിക്കണം. എല്ലാ സ്റ്റെപ്പും നമ്മൾ ചെയ്തു വരണം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറയാം. ആദ്യം നമ്മൾ പരിചയപ്പെട്ടത് എന്തായിരുന്നു? അബ്സല്യൂട്ട് എറർ. ഈ അബ്സല്യൂട്ട് എററിനെ റെപ്രസെൻ്റ് ചെയ്ത ചിഹ്നം ഏതായിരുന്നു? ഡെൽറ്റ എ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ട്രൂ വാല്യൂവിൽ നിന്ന് നമ്മുടെ മെഷേർഡ് വാല്യൂ മൈനസ് ചെയ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച ഓരോ റീഡിങ്ങിലെയും അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ പിന്നെ അടുത്തത് എന്തായിരുന്നു? മീൻ അബ്സല്യൂട്ട് എറർ ആയിരുന്നു. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ റെപ്രസെൻ്റ് ചെയ്തത് ഡെൽറ്റ എ ബാർ ആയിരുന്നു. എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അബ്സല്യൂട്ട് എററുകളുടെയും ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് റിലേറ്റീവ് എറർ ആയിരുന്നു. റിലേറ്റീവ് എറർ എന്ന് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ മീൻ അബ്സല്യൂട്ട് എററും ട്രൂ വാല്യൂം തമ്മിലുള്ള റേഷ്യോ ആണ് റിലേറ്റീവ് എറർ. ഞാൻ ലാസ്റ്റ് വൺ പേഴ്സൻറ്റേജ് എററാണ്. പേഴ്സൻറ്റേജ് എറർ എന്ന് വെച്ചാൽ എന്താണ്? ഈ റിലേറ്റീവ് എററിനെ നമ്മൾ പേഴ്സൻറ്റേജിൽ റെപ്രസെൻ്റ് ചെയ്തതാണ് പേഴ്സൻറ്റേജ് എറർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 തരത്തിലുള്ള എററുകൾ നമ്മൾ പഠിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് വരും? ഓരോ പ്രോബ്ലംസ് വരും. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്നോണം ഈ 4 തരത്തിലുള്ള എററുകളും എന്താണെന്ന് കൂടുതലായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്ത് കാണിക്കാം. പിന്നെ നമുക്ക് പ്രോബ്ലം സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ കുറച്ച് 4 റീഡിങ്സ് എടുത്തിട്ട് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 4 റീഡിങ്സ് എന്ന് പറയുന്നത് A1 വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെപ്പം നിങ്ങളും ഒരു പേപ്പറും പേനയും അല്ലെങ്കിൽ പുസ്തകം എങ്ങാനും എടുത്തിട്ട് അതൊപ്പം ചെയ്തു പോകുന്നുള്ളൂ കേട്ടോ. എങ്കിലാണ് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് എങ്ങനെ ആൻസർ കിട്ടിയെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഒപ്പം ചെയ്തു പോകുന്നുള്ളൂ. അപ്പോൾ ടീച്ചറുടെ 4 റീഡിങ് തരാണ്. A1ഉം A2ഉം A3ഉം A4ഉം എന്ന് പറഞ്ഞിട്ടുള്ള 4 റീഡിങ്സ് ഇവിടെ തരുന്നു. ഓക്കെ, A1 എന്ന് പറയുന്നത് 1.43, A2 എന്ന് പറയുന്നത് 1.23, A3 എന്ന് പറയുന്നത് 1.31, A4 എന്ന് പറയുന്നത് 1.25. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? ഈ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് പേഴ്സൻറ്റേജ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്, പേഴ്സൻറ്റേജ് എറർ എത്രയാണെന്നാണ് ചോദ്യം. പേഴ്സൻറ്റേജ് എററാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് വേണം? അബ്സല്യൂട്ട് എററും മീൻ അബ്സല്യൂട്ട് എററും റിലേറ്റീവ് എററും കണ്ടുപിടിച്ചിട്ടേ പേഴ്സൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തറിയണം? അബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ എന്താണ്? ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിൽ ഡിഫറൻസ് ആണ്. അപ്പോൾ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ട്രൂ വാല്യൂ കണ്ടുപിടിക്കണം, വേണ്ടേ? ഓക്കെ, അപ്പോൾ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഏവറേജ് വാല്യൂ ആണ് എൻ്റെ ട്രൂ വാല്യൂ, ശരിയല്ലേ? ഏവറേജ് വാല്യൂ ആണ് ട്രൂ വാല്യൂ. അപ്പോൾ നമ്മുടെ റീഡിങ്സ് എന്തൊക്കെയായിരുന്നു?
1.43, 1.23, 1.31, 1.25 ഈ 4 റീഡിങ്സും ആഡ് ചെയ്ത് അതിൻ്റെ ആവറേജ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്യാം. 1.43, 1.23, 1.31 പ്ലസ് 1.25 4 റീഡിങ്സാണ്. 4 / 4 ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.305 ആണ്. അപ്പോൾ നമ്മുടെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1.305 ആണ്. അപ്പോൾ നമുക്ക് ട്രൂ വാല്യൂ കിട്ടി 1.305. നമ്മൾ എന്ത് ചെയ്തു? ആ 4 റീഡിങ്സും കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജ് എടുത്തു. ഇനി അടുത്തത് നമ്മൾ എന്ത് വേണം? അതിൻ്റെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. അപ്പോൾ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ട്രൂ വാല്യൂയിൽ നിന്ന് ഓരോ റീഡിങ്ങും നമ്മൾ മൈനസ് ചെയ്യണം, വേണ്ടേ? അപ്പോൾ അബ്സല്യൂട്ട് എറർ അബ്സല്യൂട്ട് എററിനെ റെപ്രസെൻ്റ് ചെയ്ത ചിഹ്നമാണ് ഡെൽറ്റ A1. അപ്പോൾ അതിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് A ബാർ മൈനസ് A1 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ ചെയ്യുമ്പോൾ A ബാർ എന്ന് പറയുന്നത് എത്രയാണ്? അതായത് നമ്മുടെ ട്രൂ വാല്യൂ എത്രയാണ്? 1.305 ആണ്. സോ 1.305 മൈനസ് A1 എന്ന് പറയുന്നത് ഒന്നാമത്തെ റീഡിങ് എന്തായിരുന്നു? 1.43. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1.43 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ കിട്ടുക? മാഗ്നിറ്റ്യൂഡാണ് കേട്ടോ. 1.305 ആണോ വലുത്? 1.43 ആണോ വലുത്? 1.43 ആണ് അല്ലേ? ചെറുതുനിന്ന് വലുത് കുറയ്ക്കുമ്പോൾ എങ്ങനെയായാലും ഒരു നെഗറ്റീവ് വാല്യൂ വരും. മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് 0.125 ആണ് വരിക. നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ നെഗറ്റീവ് വാല്യൂ നമുക്ക് എടുക്കണ്ട. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. സോ അവർ ആൻസർ ഈസ് 0.125 എന്ന് വരും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ റീഡിങ്ങിലുള്ള അബ്സല്യൂട്ട് എറർ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ റീഡിങ്ങിലും ചെയ്യണം, മൂന്നാമത്തെ റീഡിങ്ങിലും ചെയ്യണം, നാലാമത്തെ റീഡിങ്ങിലും ചെയ്യണം. അങ്ങനെ ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3, ഡെൽറ്റ A4 എന്നിവ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ മൈനസ് ചെയ്യുമല്ലോ അല്ലേ? മൈനസ് ചെയ്യാൻ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ഓരോന്നും ഇവിടെ പറയുന്നില്ല. ഡെൽറ്റ A1 എന്താണ്, A2 എന്താണ്, A3 എന്താണെന്നുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ A1 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 0.125 ആണ്. ഡെൽറ്റ A2 എന്ന് പറയുന്നത് 1.305 മൈനസ് 1.23 ചെയ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 0.075. നിങ്ങളൊപ്പം ചെയ്യാം കേട്ടോ, ശരിയല്ലേ? നോക്കിക്കോളൂ. ഡെൽറ്റ A3 എന്ന് പറയുന്നത് എന്താണ്? 1.305 നിന്ന് മൂന്നാമത്തെ റീഡിംഗ് ആയിട്ടുള്ള 1.31 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? നെഗറ്റീവ് വാല്യൂ ആണ് വരിക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ റീഡിങ് 0.005 എന്ന് വരും. അതേപോലെ ഡെൽറ്റ A4 എന്ത് വരും? 1.305 നിന്ന് നാലാമത്തെ റീഡിംഗ് ആയിട്ടുള്ള 1.25 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0.055 എന്നുള്ള ആൻസർ ആയിരിക്കും വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പുസ്തകം പേനയും വെച്ചിട്ട് നിങ്ങളൊപ്പം ചെയ്ത് വരിക. ഇത് മൈനസ് ചെയ്യുന്ന കാര്യമുള്ളത് കൊണ്ടാണ് ഓരോന്നും ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ റീഡിങ്ങിലെയും അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. അപ്പം മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് മെയിൻ അബ്സല്യൂട്ട് എററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊന്ന് പറഞ്ഞേ. ഡെൽറ്റ A ബാർ എന്നാണ്. അതിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓരോ അബ്സല്യൂട്ട് എററും ആഡ് ചെയ്ത് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോ അബ്സല്യൂട്ട് എറർ ഏതൊക്കെയാണെന്ന് പറഞ്ഞോളൂ. നമ്മൾ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതല്ലേ? ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ആദ്യത്തെ റീഡിങ്ങിൽ അബ്സല്യൂട്ട് എറർ എന്തായിരുന്നു? ഡെൽറ്റ A1 എത്രയായിരുന്നു കിട്ടിയത് നമുക്ക്? 0.125 പ്ലസ് രണ്ടാമത്തെ റീഡിങ്ങിൽ അബ്സല്യൂട്ട് എറർ എന്താണ്? ഡെൽറ്റ A2 എന്താണ്? 0.075. മൂന്നാമത്തെ റീഡിങ്ങിൽ അബ്സല്യൂട്ട് എറർ ഡെൽറ്റ A3 എന്ന് പറയുന്നത് എത്ര കിട്ടിയെന്ന് നോക്കി പറഞ്ഞേ. 0.005 പ്ലസ് നാലാമത്തെ റീഡിങ്ങിൽ ഡെൽറ്റ A4 എന്തായിരുന്നു?
0.055 വരും. ഓക്കെ, നമ്മൾ ആവറേജ് കാണണമെങ്കിൽ എന്താ വെച്ചാൽ 4 റീഡിങ്സ് ആണ്, 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? ഫൈനൽ ആൻസർ ഈസ് 0. ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ. 0.065 എന്നായിരിക്കും മീൻ അബ്സൊല്യൂട്ട് എറർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മീൻ അബ്സൊല്യൂട്ട് എറർ കണ്ടുപിടിച്ചു. എന്താ ചെയ്തത്? ഓരോ അബ്സൊല്യൂട്ട് എററും എന്താണ് ആദ്യം കണ്ടുപിടിച്ചു, എന്നിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ എടുത്തപ്പോൾ മീൻ അബ്സൊല്യൂട്ട് എറർ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ റിലേറ്റീവ് എററാണ്. റിലേറ്റീവ് എറർ കാണാൻ എന്താ ചെയ്യാൻ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഇക്വേഷൻസൊക്കെ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. മീൻ അബ്സൊല്യൂട്ട് എറർ ഡെൽറ്റ എ ബാർ ഡിവൈഡഡ് ബൈ എ ബാർ. അതേപോലെ തന്നെ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു നോട്ടും പാൻ എടുത്തിട്ട് ഒപ്പാപ്പം എഴുതി പഠിക്കുക. ഇക്വേഷൻസൊക്കെ നമ്മൾ എന്തുമാതിരി എഴുതുന്നോ അതനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ബൈ ഹാർട്ട് ആവുള്ളൂ. അത് വായിച്ച് പഠിച്ചുകൊണ്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ എഴുതണം. ഇപ്പോൾ റിലേറ്റീവ് എറർ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, മീൻ അബ്സൊല്യൂട്ട് എറർ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ ആണെന്ന് അറിയാമായിരിക്കാം. എങ്കിലും ഈ ഇക്വേഷൻ നിങ്ങൾ കൈക്കൊണ്ടൊരു തവണ എഴുതിയിരിക്കണം, എങ്കിലാണ് എക്സാമിന് മറക്കാതിരിക്കുള്ളൂ കേട്ടോ. അപ്പം മീൻ അബ്സൊല്യൂട്ട് എറർ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 0.065. 0.065 ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ എത്രയായിരുന്നു ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മറിച്ച് നോക്കിയാൽ എത്രയാണ്? 1.305. അവ തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും? 0.0498 വരും. അതാണ് എന്ത്? റിലേറ്റീവ് എറർ. ഇനി പേഴ്സൻറ്റേജ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിലേറ്റീവ് എറർ ക്ലിയർ ആണല്ലോ. മീൻ അബ്സൊല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിലേറ്റീവ് എറർ കിട്ടും. ഇനി അടുത്തത് ലാസ്റ്റ് വേണം. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? പേഴ്സൻറ്റേജ് എറർ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഓരോ എററും കണ്ടുപിടിച്ച് പേഴ്സൻറ്റേജ് എററിലേക്ക് എത്തി കേട്ടോ. പേഴ്സൻറ്റേജ് എററിൽ കാണാൻ എന്താ ചെയ്താൽ മതി പറഞ്ഞിരിക്കുന്നത്? ഈ റിലേറ്റീവ് എററിനെ പേഴ്സൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്താൽ മതി. അപ്പോൾ റിലേറ്റീവ് എറർ എത്രയായിരുന്നു? 0.0498. അപ്പോൾ 0.0498 ഇൻറ്റു 100% കേട്ടോ. പേഴ്സൻറ്റേജിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 2 സ്ഥാനം നിൽക്കി നമ്മൾ പോയിൻ്റ് ഇട്ടാൽ മതി അല്ലേ. സോ എന്ത് വരും അറിയാലോ അല്ലേ? 4.98%. ബേസിക്സ് എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ പേഴ്സൻറ്റേജ് എറർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, 4.98%. അപ്പോൾ നമുക്ക് 4 റീഡിങ് എടുത്തിട്ട് അവയിലെ ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു, അബ്സൊല്യൂട്ട് എറർ കണ്ടുപിടിച്ചു, മീൻ അബ്സൊല്യൂട്ട് എറർ കണ്ടുപിടിച്ചു, റിലേറ്റീവ് എറർ കണ്ടുപിടിച്ചു, പേഴ്സൻറ്റേജ് എറർ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ ഈ ചെയ്ത സ്റ്റെപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് കണ്ടാൽ മതിയാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു റീഡിങ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എററുകൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്, എത്ര പേഴ്സൻറ്റേജ് എറർ ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഒരു എക്സാമ്പിൾ സഹിതം പഠിച്ചു. ഇനി ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ഈ യൂണിറ്റിൻ്റെ അവസാനം ചെയ്യാം. ഇപ്പോൾ എററുകൾ കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിന്നിവിടെ പരിചയപ്പെട്ടതൊക്കെ ഓർത്തെടുക്കുക. അബ്സൊല്യൂട്ട് എറർ, മീൻ അബ്സൊല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.